ഹലോ ഗൈസ് ആൻഡ് ഗേൾസ്, ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ രണ്ട് മൂവീസ് ആണ് വാച്ച് വരുന്നത്. ഫസ്റ്റ് വൺ റൊമാൻസ് ആൻഡ് സെക്കൻഡ് വൺ സ്പൈൻഗറി. സോ നമുക്ക് അതിന്റെ റിവ്യൂലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ഔട്ട് ചെയ്യാം. റൊമാൻസ് ഡയറക്ടഡ് ബൈ അരുൺ ഡി ജോസ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ആഷിഖ് ഉസ്മാൻ. പിന്നെ കുറെ നമ്മുടെ സുപരിചിതരായ കുറെ നടന്മാര്, അർജുൻ അശോകൻ, മാത്യു, സംഗീത്. സംഗീതിനെ കുറിച്ച് പറയാൻ വേണമെങ്കിൽ ഇഷ്ടംമാരുണ്ട് പടത്തില്. മോനെ വേറെ എക്സ്പീരിയൻസ് ആണ് സംഗീതം ഉണ്ടാക്കി വെച്ചേക്കണ മൂവിയില്. ഓരോ എലമെന്റ്സ്, ഒരു ചെറിയ ചെറിയ എലമെന്റ്സ് പോലും എവിടെയാണോ ടൈം വെച്ചിട്ട് ഓരോ ഓരോ തగ్గടിക്കുക അല്ലെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത ഡിസൈൻസ് ആണ്. സംഗീതം കിട്ടിയ സാധനമുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു ഡയലോഗ് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒന്ന് സ്കോർ ചെയ്ത് ഓ മാൻ, അത് ചെറിയ സാധനമായിരുന്നു സംഗീത്. പിന്നെ മഹിമ ലീഡ് റോൾ അടിപൊളിയായിരുന്നു മഹിമ. പിന്നെ ശ്യാമോഹനാണ് ഈ മൂവി സത്യം പറയാ മുമ്പോട്ട് കൊണ്ടുപോണത്. ശ്യാമോഹന്റെ ബ്രദറായിട്ടാണ് നമ്മുടെ മാത്യു മൂവിയിലെ ക്യാരക്ടറൈസ്ഡ് ആയിരിക്കുന്നത്. അവരുടെ ബ്രദർഹുഡ് ആണ് മൂവി കൂടുതലും എക്സ്പോസ് ആവത്ത്. സ്റ്റാർട്ടിംഗ് ഇറ്റ്സെൽഫ് നമ്മുടെ ശ്യാമോഹൻ മിസ്സിംഗ് ആവുന്നു. അതിനുശേഷം മാത്യു ബ്രദർ അന്വേഷിച്ച് ഇറങ്ങുന്നു. അതാണ് ഒരു സ്റ്റോറി ലൈനപ്പ്. അതിൽ നമുക്ക് കുറെ സംഭവങ്ങൾ അവരുടെ ആ ഒരു ജേർണിയിൽ, ഒരു ഫൈൻഡിങ്ങിൽ, ബ്രദറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ജേർണിയിൽ നടക്കുന്ന കുറെ സംഭവങ്ങളാണ് നമ്മുടെ ഈ റൊമാൻസ് എന്ന് പറഞ്ഞ മൂവി പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അടിപൊളിയാണ് വെച്ചാൽ കിഡിലൻ സാധനം, കുറെ ഫണ്ണി എലമെന്റ്സ്, കുറെ അടിപൊളിയായിട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിഷ്യൻ, നമ്മുടെ ഗോവിന്ദ മ്യൂസിഷ്യൻ നൈസ്, നല്ലൊരു കിടിലൻ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി അഖിൽ ജോർജ്, എഡിറ്റർ ചമൻ ചാക്കോ. ഒരു രക്ഷയില്ല വെച്ചാണ്, കിട്ടില്ലായിരുന്നു പടം. നൈസാണ്. എഡിറ്റിംഗ് വൈസ് ആണെങ്കിലും ടെക്നിക്കൽ വൈസ് ആണെങ്കിലും നൈസായിരുന്നു. ഈ റൊമാൻസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്താ പറയാ, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഓക്കെ ഫൈൻ, സ്ക്രിപ്റ്റ് ഉണ്ട്. ബട്ട് അതിനേക്കാളും ഉപരി ഒരു ആക്ടിവിറ്റിയുടെ അങ്ങനെ പടത്തിലേക്ക് കയറുക, അല്ലെങ്കിൽ ഒരു പടം ഇങ്ങനെ പിടിച്ചെടുത്ത പ്രേക്ഷകരെ എന്നുള്ളതായിരുന്നു റൊമാൻസ്. ആക്ടിങ് ഒക്കെ എല്ലാവരും കിട്ടുകയാണ്. സംഗീതം എന്റെ മോന് രക്ഷയില്ല, സത്യം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു സംഗീതിനെ. ഇവ നമുക്കറിയാം പ്രേമലൂരൊക്കെ അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട് സംഗീതം. ഓരോ മൈന്യൂട്ട് ടൈമിങ്സിലാണെങ്കിൽ പോലും മച്ചാന്റെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ടല്ല, കിഡിലാണ് പുള്ളി ഓരോ സ്ഥലത്തും. പിന്നെ നമ്മുടെ ഷാജോൺ ഡോങ്ലി എന്നാ വിളിക്കുന്ന ഷാജോൺ കിഡിലായിരുന്നു. പുള്ളിന്റെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം. പുള്ളി പഞ്ചുണ്ട്, കിഡിലും പഞ്ചാണ്, കൈ വെച്ച് വെട്ടിപ്പിടിച്ചൊരു പഞ്ചുണ്ട് പുള്ളിന്റെ. അതാണ് ഹൈലൈറ്റ് അതിന്റെ. അതിന്റെ ഹൈലൈറ്റ് അത് തന്നെയാണ്. ഒരു ടോട്ടലി പറയുകയാണെങ്കിൽ പടം കൊള്ളാം. നമുക്ക് തിയേറ്ററിൽ നിന്ന് ഒരു ബിഗ് തിയേറ്ററിൽ നിന്ന് ഓഡിയൻസിനൊപ്പം ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു പടം. നമുക്ക് ശരിക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ലൊരു കോംബോ ആണ് നമുക്ക് അർജുന ശോഭനും നമ്മുടെ മാത്യുവും സംഗീതം ചേർന്ന് നമുക്ക് പ്രസന്റ് ചെയ്തേക്കുന്നത്. പിന്നെ മാത്യുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞൊക്കെ കുറച്ച് ഹൈപ്പറാണ്. പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതൊരു നല്ല രസമാണ്. പുള്ളിക്കാരന്റെ ഒരു വാച്ചിന്റെ ഒരു ഹാർട്ട് ബീറ്റിന്റെ റേറ്റിംഗ് കിട്ടുന്നതാണ് സാധനം. പുള്ളിക്കൊരു ദേഷ്യം വരുമ്പോൾ പുള്ളിക്ക് ഒരു ഡയലോഗ് ഉണ്ട്, ഫസ്റ്റ് ഹാഫിന്റെ ഡയലോഗ് ഉണ്ട്, അടിപൊളി സാധനമാണ്. കിട്ടുന്നതാണ് ഒരു എന്താ പറയാ, നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ദേഷ്യം വരുന്നതൊക്കെ കാണിക്കും. അതുപോലെ തന്നെ പുള്ളി അടിപൊളി അടിച്ചു വരുന്നുണ്ട്. മഹിമ നമ്പ്യാരുടെ ഒരു സ്ലാങ് ഉണ്ടല്ലോ കാസർഗോഡ്, എന്ത് രസമാണ് കേൾക്കാൻ. ബട്ട് ആ ഒരു സ്ലാങ് ഇതിനകത്ത് അവര് നല്ലൊരു ഫണ്ണി എലമെന്റ് ആയിട്ട് അവര് കാണിച്ചിട്ടുണ്ട്. ഒരു പെട്ടെന്നൊരു എന്താ പറയാ, ഒരു ആംഗ്ലില് പറയണ ഒരു സ്ലാങ് ആണെങ്കിൽ പോലും അതിനെ വളരെ ഫണ്ണി ആയിട്ട് സംഗീതത്തിനെ മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഒരു അടിപൊളി സീക്വൻസ് ആണ് അത്. എന്നുവെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഈ ഭാഷ കേൾക്കുമ്പോഴത്തേ നമുക്കൊരു എന്താ പറയാ, ഒരു ഫണ്ടി എലമെന്റ് ആണ്. പക്ഷെ അതിന്റെ അകത്ത് ഒന്നും കൂടി ഫണ്ടിയാക്കാൻ വേണ്ടി സംഗീതത്തിന്റെ ഒരു സാധനമുണ്ട്. ഇതില് നൈസായിരുന്നു ആ സാധനം. ഓരോ റൊമാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രദർഹുഡ് വിത്ത് ബ്രദർ ലവ് എല്ലാം കൂടി ചേർന്ന ഒരു കിഡിലൻ ഗുഡ് മൂവിയാണ് നമ്മുടെ റൊമാൻസ്. നൈസാണ്, കാണണം. അറിയാ ജസ്റ്റ് ഇപ്പൊ ഇറങ്ങി 1 വീക്ക് ആയി, വാലന്റൈൻസ് ഡേ ഇറങ്ങിയ ഒരു പടമാണ്. ബട്ട് ഇവന്നോ കാണാൻ കുറച്ച് ലേറ്റ് ആയി, ബട്ട് ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു മൂവി റൊമാൻസ്. പിന്നെ അതുപോലെ അതിനൊപ്പം ഒരു പടമായിരുന്നു പൈങ്കിളിയും ഞങ്ങൾ ഇന്നലെയാണ് കണ്ടത്. രണ്ടും ഒന്നിച്ച് നമുക്ക് ഇന്നാണ് സമയം കിട്ടിയത് കാണാൻ വേണ്ടി. അപ്പൊ പൈങ്കിളിയും
ഇന്നലെ പോയി കണ്ടത്. അടുപ്പിച്ചാണ് 2 പടം കണ്ടത്. പൈങ്കിളി ഡയറക്ടഡ് ബൈ ശ്രീജിത് ബാബു, പ്രൊഡ്യൂസർ ഫസിലാണ്, പിന്നെ അതുപോലെ പ്രൊഡ്യൂസർ ആൻഡ് റൈറ്റർ ജിത്തു മാധവ്. നമ്മുടെ ആവേശമൊക്കെ ആവേശത്തിന്റെ ഒക്കെ റൈറ്ററാണ് ജിത്തു മാധവ്. ശരിക്കും പറഞ്ഞാൽ ഈ പൈങ്കിളി എന്ന് പറയുന്ന മൂവി കാണാനുള്ള കാര്യം ഈ ജിത്തു മാധവാണ്. പുള്ളിക്കാരുടെ ഒരു സ്റ്റോറി ലൈനപ്പ് നമ്മൾ ആവേശത്തിൽ തന്നെ കണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് പുള്ളിക്കാരനാണ് സ്റ്റോറി റൈറ്റിംഗ് എന്ന് കേട്ടപ്പോഴേക്കും പോയി കണ്ട പടമാണ്. സജിൻ ഗോപു നമ്മുടെ അമ്പാൻ ആണ് നമ്മുടെ നടൻ സജിൻ ഗോപു. പിന്നെ അനശ്വര രാജനുണ്ട് ലീഡ് റോളില്. അതുപോലെ നമുക്കെല്ലാം പറയുന്ന പോലെ യൂട്യൂബിൽ ഹിറ്റ് ആയിട്ടുള്ള നമ്മുടെ ജിസ്മ, പിന്നെ റോഷൻ ഷാനവാസ്, ചന്തു സലീംകുമാർ, നമ്മുടെ സലീംകുമാറായിട്ടെ മകൻ ചന്തു സലീംകുമാർ ഉണ്ടായിരുന്നത്. അബു സലീം ഉണ്ട്. അബു സലീമിന്റെ അകത്ത് നമ്മുടെ സലീം ഗോപുവിന്റെ ഡാഡായിട്ടാണ് ആക്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ലിജോ ജോസ് പെരിശ്ശേരി അങ്ങനെ ഒരു കിടിലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയാസ് ഖാൻ ഇക്കേണ്ട ഒരു കാര്യം വേണമെങ്കിൽ കുറച്ച് ഇരട്ടിയൊക്കെ പുള്ളിക്കാരനുള്ളതെങ്കിലും പുള്ളിക്കാരന്റെ സീക്വൻസ് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പടത്തില്. പിന്നെ ശരിക്കും ഈ പൈങ്കിളി എന്ന് പറയുവാണെങ്കിൽ പടത്തിലുള്ള എല്ലാ ആക്ടേഴ്സും അവരുടെ ക്യാരക്ടറിനേക്കാളും ഒരു 2 സ്റ്റെപ്പ് കൂടുതൽ അധികമായിട്ട് ആക്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ഒരു ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ഭയങ്കര എന്താ തന്നതിനേക്കാളും കൂടുതൽ അങ്ങോട്ട് ആക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ആക്ടിങ് മരിക്കാനൊക്കെ കേൾക്കൂലെ അതുപോലെ. പിന്നെ അനശ്വരനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തുമ്പിനും കിട്ടിയിട്ടില്ല. ഒരു മൈനർ കൊച്ച് എപ്പോഴും ഒളിച്ചോടുക എന്നുള്ള ചിന്താഗതി മാത്രം ഇടാവും. എന്താണ് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഭയങ്കര അതാണ് അനശ്വരയുടെ ഒരു ഇത്. സജിൻ ഗോപു ആണെങ്കിൽ പുള്ളി കൊടുത്ത ഒരു റോള് പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഈ പടം മുഴുവനും കൊണ്ടുപോകണം. ആ ഒരു മൂവി തന്നെ ഷോൾഡർ വെച്ചുകൊണ്ട് കൊണ്ടുപോകണത് സജിൻ ഗോപു ആണ്. പക്ഷെ പുള്ളിക്കാരന്റെ ആക്ടിങ് വൈസ് പുള്ളിക്കാരൻ നൈസായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിസ്മയാണ് ഈ പടത്തിന് ഞാൻ കണ്ടുവച്ച് കുറച്ചും കൂടി ഒരു നോർമൽ രീതിയിൽ ആക്ട് ചെയ്തേക്കുന്നത് ചോദിച്ചാൽ ജിസ്മയാണ് കുറച്ചും കൂടി നോർമൽ രീതിയിൽ ആക്ട് ചെയ്തേക്കുന്നത്. ഒരു നാച്ചുറാലിറ്റിയിലായിട്ട് ആക്ട് ചെയ്യുന്ന ജിസ്മയാണ്. ബാക്കിയെല്ലാം ഓവറായിട്ട് ചെയ്യുക എന്നുള്ളൊരു ക്യാരക്ടേഴ്സ് ആണ് ബാക്കിയുള്ളവരെല്ലാരും. പിന്നെ പറയുന്ന സലീം ഏട്ടന്റെ മോൻ പുള്ളിക്കാരന്റെ പറഞ്ഞു വെച്ചാല് കൂടെ നിൽക്കുക, കോഴിക്കോടെ ചാടിക്കുക, അതിനുശേഷം ബാക്കിൽ നിന്ന് ബാക്കി പലതും പറയാന്ന് കേട്ടില്ലേ. ആ റോളാണ്. പക്ഷെ നല്ല വൃത്തിക്ക് റോൾ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കൂടെ നിൽക്കുന്നു, കോഴിക്കോടെ ചാടിക്കുന്നു, അതിനുശേഷം ബാക്കിൽ നിന്ന് കുത്തി പറയുന്നു. ഇത് കിഡിനായിട്ട് പുള്ളിക്കാരനെ കൊടുത്തെന്നാണോ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരനെ ചെറുതായിട്ട് പുള്ളിക്കാരനൊരു സലീംകുമാറാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഇതൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പാളിയോന്ന് സംശയം. പിന്നെ ഈ പടത്തിനകത്ത് നമ്മുടെ മറ്റേ പഴയത് പടല്ലേ ജയറാമിന്റെ ഇട്ട് വന്നിട്ട് മറ്റേ വാഴയൊക്കെ വെട്ടിക്കൊണ്ട് പോണ സീക്വൻസ്, അതുപോലത്തെ അതിനെ ഒരു കോപ്പി ചെയ്തതാണോ അതായത് ട്രിബ്യൂട്ട് കൊടുത്താണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലത്തെ സെയിം സാധനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് അത് കൊള്ളാം. അതൊക്കെ ചെറുതായിട്ട് നമുക്ക് ഫണ്ട് എലമെന്റ്സ് ആയിട്ട് നമുക്ക് അടിപൊളിയാണ്. കുറെ അവിടെ ഇവിടെ കുറെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തില്. ബട്ട് ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബിലോ ആവറേജ് പടമാണ് പൈങ്കിളി. കണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഇജാതി പൈങ്കിളിയാണല്ലോ ഒന്ന്. പൈങ്കിളിന്ന് തോന്നുന്നുള്ള പോലെ തന്നെയാണ് പടം. വൻ പൈങ്കിളിയാണ് പടം. പിന്നെ പറയുകയാണെങ്കിൽ അബുസലിംക ഇടക്കിടക്ക് വരുമെങ്കിലും ചെറിയ സാധനങ്ങൾ വന്നിട്ടും പോകും. അതാണ് അബുസലിംകന്റെ റോൾ അതിൻ്റെ അകത്ത്. ഒരു അച്ഛൻ എന്നുള്ള അതിനേക്കാളും കൂടുതൽ ഒരു എന്താ പറയാ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പുള്ളിക്കാരന്റെ ഭാഗത്തുണ്ടാണ്. നമ്മ കണ്ടുണ്ട് അബുസലിംക സത്യം പറഞ്ഞ ഗുണ്ടാറോളോ അല്ലെങ്കിൽ വില്ലറോളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തകർത്ത് അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ്. അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരന്റെ ബോഡി ക്യാരക്ടർ വൈസ് ആണെങ്കിലും എന്താണെങ്കിലും അടിപൊളിയാണ് പുള്ളിക്കാരൻ. ബട്ട് ഇതിന്റെ അകത്ത് പുള്ളിക്കാരൻ ഒരു ഫണ്ണി എലമെന്റ് ആയിട്ട് കാണിക്കുന്ന രീതിയിട്ടാണ് എനിക്ക് തോന്നിയത്. മേ ബി ആ പടത്തിന് അങ്ങനത്തെ ഒരു ബേസ് ആണ് ആ പടം പോണത്. ആ സ്റ്റോറി ലൈനപ്പ് ആണെങ്കിലും എല്ലാം ആ രീതിയിലാണ് പോണത്. പിന്നെ അത് അബുസലിംക അത്യാവശ്യം നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ടൈം പാസിന് പോയിരുന്ന് കാണാം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക്
പൈങ്കിളിയിലുള്ളത്. പിന്നെ ഇതിന്റെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസ്, നമുക്കറിയാം ഇപ്പൊ റീലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സോങ്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഹുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫർ അർജുൻ സേതു ആണ്. എഡിറ്റർ കിരൺ ദാസ് ആണ് പടത്തിന്റെ. സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. എന്നാൽ ബാക്കിയുള്ള ടെക്നിക്കലി വൈസ് പടം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് എവിടെ എന്തൊക്കെയോ ഒരു മിസ്സിങ് അല്ലെങ്കിൽ എവിടെ എന്തൊക്കെ ലാഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, എനിക്ക് ചില സമയത്ത് തോന്നി ഇറങ്ങി പോയാലോ എന്ന് തോന്നിയായിരുന്നു എനിക്ക് പടത്തിൽ നിന്ന്. ബട്ട് ഞാൻ എന്റെ വൈഫിനൊപ്പം പോയത്, അപ്പൊ വൈഫിന് ഭയങ്കര കാണണം എന്നുള്ളൊരു ആകാംക്ഷയിൽ പോയ പടമാണ്. അതുകൊണ്ട് ഇരുന്ന് കണ്ടു. ഓവറോൾ ഒരു ബിലോ ആവറേജ് പടം. ഫാമിലിയാണ് പടം, ഫാമിലി മൂവിയാണ്, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. ബട്ട് ആസ് ഓഫ് മൈ ഒപ്പീനിയൻ ഞാൻ പറയാണ്, ഒരു ബിലോ ആവറേജ് മൂവി, വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. വൺ ടൈം വാച്ചബിൾ, ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ ഇത് പടത്തിന്റെ ഒരു റേഞ്ച് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ വൺ ടൈം വാച്ചബിൾ ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ പൈങ്കിളി. ഇത്രയൊക്കെ തന്നെയാണ്. നമ്മൾ ഈ 2 പടം കണ്ടു, ടൈം കിട്ടിയോണ്ട് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ഇനി ബാക്കി കുറെ മൂവീസ് ഈ ആഴ്ചയും ഇറങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണം, കണ്ടിട്ട് ബാക്കിയുള്ള റിവ്യൂസ് ബാക്ക് ടു ബാക്ക് ഫൈനലായിരിക്കും.